ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KSFE. ചേച്ചി നമ്മളെ ചാനൽ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞതിൽ നീ ജോയിൻ ചെയ്തോ? ചിട്ടിയല്ലേ, സമയാവട്ടെ. ഇത് തന്നെ സമയം. ഇതേ KSFEയുടെ സുവർണ ജൂബിലി ചിട്ടിയ 50 പവൻ സ്വർണ്ണമാണ് ബമ്പർ സമ്മാനം. പിന്നെ റോയൽ എൻഫീൽഡ് ബുള്ളറ്റ്, ഹോണ്ട ആക്ടിവ, സ്മാർട്ട് ഫോൺസ്, അങ്ങനെ പലതും ഉണ്ട്. KSFE സുവർണ ജൂബിലി ചിട്ടികൾ ഈ സമയമൊക്കെ അങ്ങ് മാറും. പിന്നെ കാര്യങ്ങളുള്ളതാണേ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 25 വ്യാഴാഴ്ച. തന്ത്രപരമായ 4 മേഖലകളിൽ ഒഴികെയുള്ള മറ്റെല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും സ്വകാര്യവൽക്കരിക്കാൻ തന്റെ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ധനസമ്പാദനം, ആധുനികവൽക്കരണം എന്നീ മന്ത്രങ്ങളുമായി സർക്കാർ മുന്നോട്ടു പോകുകയാണെന്നും മോദി പറഞ്ഞു. പല പൊതുമേഖലാ സ്ഥാപനങ്ങളും നഷ്ടമുണ്ടാക്കുന്നവയാണെന്നും അത് സമ്പദ്വ്യവസ്ഥയ്ക്ക് ഭാരമാണെന്നും പലതിനും പൊതുപണത്തിന്റെ പിന്തുണ ആവശ്യമാണെന്നും മോദി പറഞ്ഞു. മാർച്ച് 1 മുതൽ 60 വയസ്സിന് മുകളിലുള്ളവർക്കും 45 വയസ്സിന് മുകളിലുള്ള അസുഖബാധിതർക്കും കോവിഡ് വാക്സിൻ വിതരണം നടത്തുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. 10,000 സർക്കാർ കേന്ദ്രങ്ങളിലൂടെയും 20,000 സ്വകാര്യ കേന്ദ്രങ്ങളിലൂടെയുമാകും വാക്സിൻ വിതരണം നടത്തുക. സർക്കാർ കേന്ദ്രങ്ങളിൽ വാക്സിൻ സൌജന്യ നിരക്കിലാകും നൽകുകയെന്ന് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ അറിയിച്ചു. വയലാറിൽ SDPI RSS സംഘർഷത്തിനിടെ RSS പ്രവർത്തകൻ വെട്ടേറ്റു മരിച്ചു. RSS നാഗംകുളങ്ങര മുഖ്യ ശിക്ഷക് വയലാർ ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡ് തട്ടാപ്പറമ്പ് രാധാകൃഷ്ണന്റെ മകൻ നന്ദു കൃഷ്ണയാണ് മരിച്ചത്. 22 വയസ്സായിരുന്നു. ബുധനാഴ്ച രാത്രി 8ഓടെ വയലാർ നാഗംകുളങ്ങര കവലയിലായിരുന്നു സംഭവം. 3 RSS പ്രവർത്തകർക്കും 3 SDPI പ്രവർത്തകർക്കും സംഘർഷത്തിൽ വെട്ടേറ്റിട്ടുണ്ട്. സംഭവത്തെ തുടർന്ന് ഇന്ന് ആലപ്പുഴ ജില്ലയിൽ BJPയും ഹൈന്ദവ സംഘടനകളും ഹർത്താലിനെ ആഹ്വാനം ചെയ്തു. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താലെന്ന് BJP ജില്ലാ പ്രസിഡന്റ് MV ഗോപകുമാർ അറിയിച്ചു. UDF ജാഥാ സമാപനത്തിലെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം BJPയുടെ റിക്രൂട്ട് ഏജന്റിന്റേതുപോലെയായെന്നത് ഞെട്ടിക്കുന്നതാണെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാവിന്റെ പ്രസംഗത്തിൽ BJPക്കെതിരെ ദുർബലമായ വിമർശനം ഉന്നയിക്കാൻ പോലും തയ്യാറായില്ലെന്നു മാത്രമല്ല, ഇടതുപക്ഷത്തിനെതിരെ കടന്നാക്രമിക്കുന്നതിൽ BJPയുടെ അതേ ശബ്ദം തന്നെയായിരുന്നു രാഹുൽ ഗാന്ധിക്കുമെന്നത് കോൺഗ്രസിന്റെ വർഗീയ വിധേയത്വത്തെ തുറന്നുകാട്ടുന്നതാണെന്നും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു. സംസ്ഥാനത്ത് CPMഉം BJPയും തമ്മിലുണ്ടാക്കിയ രഹസ്യധാരണ രാഹുൽ ഗാന്ധി തുറന്നുകാട്ടിയതിലുള്ള രോഷമാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവനയിൽ നിഴലിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. കോൺഗ്രസിന്റെ ദേശീയ നേതാവായ രാഹുൽ ഗാന്ധിക്കെതിരെ തരം താണ ഭാഷയിലാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവന പുറപ്പെടുവിച്ചതെന്നും ചെന്നിത്തല. ആഴക്കടൽ മത്സ്യബന്ധനം സംബന്ധിച്ച് KSIDC EMCC ധാരണാപത്രവും സർക്കാർ റദ്ദാക്കി. 5000 കോടിയുടെ ധാരണാപത്രമാണ് റദ്ദാക്കിയത്. വ്യവസായ മന്ത്രി ജയരാജന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. കരാർ സംബന്ധിച്ച് വിവാദം ഉയർന്നതോടെ കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷനും EMCCയുമായുണ്ടാക്കിയ 2950 കോടിയുടെ ധാരണാപത്രം നേരത്തെ സർക്കാർ റദ്ദാക്കിയിരുന്നു. അധികാരമില്ലാത്തയാൾ അധികാര ദുർവിനിയോഗം നടത്തിയതിനാലാണ് ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട ധാരണാപത്രം റദ്ദാക്കിയതെന്ന് ഫിഷറീസ് മന്ത്രി J. മേഴ്സിക്കുട്ടിയമ്മ. ഒരു ഉദ്യോഗസ്ഥന്റെ അറിവില്ലായ്മയല്ല ഇവിടെ സംഭവിച്ചതെന്നും ഇതെല്ലാം ആസൂത്രിതമാണെന്നാണ് കരുതുന്നതെന്നും മന്ത്രി പറഞ്ഞു. ബന്ധപ്പെട്ട സെക്രട്ടറിയുടെ അനുമതി വാങ്ങാതെ മന്ത്രി അറിയാതെ ഇത്തരമൊരു കരാറിനെ പ്രശാന്തിന് എന്തിനാണ് താൽപര്യമെന്നും മന്ത്രി ചോദിച്ചു. കപ്പൽ നിർമ്മാണം പ്രശാന്തിന്റെ ജോലിയല്ലെന്നും EMCC കാണിച്ചത് ഫ്രോഡ് പണിയാണെന്നും മന്ത്രി പറഞ്ഞു. PSC റാങ്ക് പട്ടികകളുടെ വലിപ്പം കുറയ്ക്കാൻ നടപടിയുമായി സർക്കാർ. ഒഴിവുകളുടെ 5 ഇരട്ടി ഉദ്യോഗാർത്ഥികളെ റാങ്ക് പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത് അവസാനിപ്പിക്കാനാണ് തീരുമാനം. മെയിൻ സപ്ലിമെന്ററി ലിസ്റ്റുകളിൽ ഉൾപ്പെടുത്തുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കുറയ്ക്കും. ഇതു സംബന്ധിച്ച ഉത്തരവ് ഉടൻ പുറത്തിറങ്ങും. റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടും നിരവധി ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം ലഭിക്കുന്നില്ലെന്ന ആക്ഷേപം വ്യാപകമാകുന്ന സാഹചര്യത്തിലാണ് സർക്കാർ പരിഹാര നടപടിക്ക് ഒരുങ്ങുന്നത്. ഈ രാക്ഷസ കൊതുകുകൾ ഇതെപ്പോൾ എത്ര വരുമെന്ന് ആർക്കറിയാം? അതിനാൽ അവതരിപ്പിക്കുന്നു മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് മെഷീൻ. ഇത് കൊതുകുകൾ സാധാരണ വരാറുള്ള സമയമനുസരിച്ച് അറ്റാക്ക് അല്ലെങ്കിൽ പ്രൊട്ടക്ട് മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അതായത് ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല. ഇനി ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് നോ മോഡ് ചേഞ്ച്. ഇന്ത്യ വിശ്രമിച്ചോളൂ. മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് ഇന്റലിജന്റ് പ്രൊട്ടക്ഷൻ. കേരളത്തിൽ ഇന്നലെ 70,568 സാമ്പിളുകൾ പരിശോധിച്ചതിൽ 4,106 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു.
കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 17 മരണങ്ങളാണ് കോവിഡ്-19 മൂലമാണെന്ന് ഇന്നലെ സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 4136 ഇന്നലെ രോഗം സ്ഥിരീകരിച്ചവരിൽ 107 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 3714 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 262 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 23 ആരോഗ്യപ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 5885 പേരുടെ പരിശോധനാഫലം നെഗറ്റീവായി. ഇതോടെ 52,869 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. കോവിഡ് ബാധിച്ചവരുടെ ജില്ല തിരിച്ചുള്ള വിവരങ്ങൾ: പത്തനംതിട്ട 512, കോഴിക്കോട് 483, എറണാകുളം 473, കൊല്ലം 447, കോട്ടയം 354, തൃശൂർ 341, മലപ്പുറം 329, തിരുവനന്തപുരം 263, ആലപ്പുഴ 246, കണ്ണൂർ 199, കാസർഗോഡ് 126, വയനാട് 121, പാലക്കാട് 109, ഇടുക്കി 103. സംസ്ഥാനത്ത് ഇന്നലെ പുതിയ ഹോട്ട്സ്പോട്ടുകളില്ല. 5 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കി. നിലവിലാകെ 369 ഹോട്ട്സ്പോട്ടുകൾ. കോവിഡ്-19 രോഗവ്യാപനത്തെ തുടർന്ന് 2020 നടന്ന UPSC സിവിൽ സർവീസ് പരീക്ഷ എഴുതാൻ സാധിക്കാത്തവർക്ക് അധിക അവസരം നൽകില്ലെന്ന് സുപ്രീംകോടതി. കഴിഞ്ഞ വർഷത്തോടെ പരീക്ഷ എഴുതാനുള്ള അവസാന അവസരവും പൂർത്തിയാക്കിയവർക്ക് അധിക അവസരം നൽകണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി തള്ളിയാണ് ഇക്കാര്യം സുപ്രീംകോടതി അറിയിച്ചത്. എയ്ഡഡ് സ്കൂൾ അധ്യാപകർക്ക് ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാകില്ല. അധ്യാപകർക്ക് മത്സരിക്കാമെന്ന നിലവിലുള്ള ചട്ടം ഹൈക്കോടതി റദ്ദാക്കി. വിദ്യാഭ്യാസ അവകാശ നിയമത്തിന് വിരുദ്ധമാണ് അധ്യാപകർ മത്സരിക്കുന്ന ചട്ടമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതിയുടെ നടപടി. കഴിഞ്ഞ 10 വർഷമായി ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള കേസിലാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് നിർണായകമായ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. സ്വാശ്രയ മെഡിക്കൽ ഫീസ് കുത്തനെ വർദ്ധിപ്പിക്കാൻ വഴിയൊരുക്കുന്ന ഹൈക്കോടതി ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാരും വിദ്യാർത്ഥികളും നൽകിയ ഹർജികളിൽ സുപ്രീംകോടതി ഇന്ന് വിധി പ്രസ്താവിക്കും. ഫീസ് പുനർനിർണയിക്കാൻ ഫീസ് നിർണയ സമിതിയോട് നിർദ്ദേശിച്ചേക്കുമെന്ന് വാദത്തിനിടയിൽ കോടതി വാക്കാൽ നിരീക്ഷിച്ചിരുന്നു. പുതുച്ചേരിയിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ തീരുമാനം. മുഖ്യമന്ത്രി നാരായണസ്വാമിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ താഴെ വീണതിന് പിന്നാലെയാണ് പുതുച്ചേരിയിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ കേന്ദ്രമന്ത്രിസഭ അനുമതി നൽകിയത്. ഏപ്രിൽ-മെയ് മാസത്തിലായി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതുവരെ പുതുച്ചേരിയിൽ രാഷ്ട്രപതി ഭരണം തുടർന്നേക്കും. കേരളത്തിലെ വോട്ടർമാർ വടക്കേ ഇന്ത്യയിൽ നിന്ന് വ്യത്യസ്തമാണെന്നുള്ള രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തിനെതിരെ വിമർശനവുമായി കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് കപിൽ സിബൽ. വോട്ടർമാർ ബുദ്ധിയുള്ളവരാണെന്നും അവരുടെ ബുദ്ധി പരീക്ഷിക്കരുതെന്നും കപിൽ സിബൽ പറഞ്ഞു. വോട്ടർമാരുടെ വിവേകത്തെ ബഹുമാനിക്കണം. അവർ എവിടെയുള്ളവരെന്നതല്ല കാര്യമെന്നും കപിൽ സിബൽ കൂട്ടിച്ചേർത്തു. രാജ്യത്തെ ഏറ്റവും വലിയ കലാപകാരിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെന്ന് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപിന് നേരിടേണ്ടി വന്നതിനേക്കാൾ വളരെ മോശം വിധിയാണ് മോദിയെ കാത്തിരിക്കുന്നതെന്നും മമത. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബംഗാളിലെ ഗോൾ കീപ്പർ താനാണെന്നും ഒരൊറ്റ ഗോൾ പോലും സ്കോർ ചെയ്യാൻ BJPയെ അനുവദിക്കില്ലെന്നും മമത. ക്രിപ്റ്റോ കറൻസികൾ രാജ്യത്തെ സമ്പദ്ഘടനയിലെ സാമ്പത്തിക സ്ഥിരതയെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് RBI എന്ന് ഗവർണർ ശക്തികാന്ത ദാസ്. ഇത്തരം കറൻസികൾ നിരോധിച്ചുകൊണ്ടുള്ള നിയമം പാസാക്കി പകരം ഔദ്യോഗിക ഡിജിറ്റൽ കറൻസി കൊണ്ടുവരികയാണ് ലക്ഷ്യമെന്നും ഡിജിറ്റൽ കറൻസിയുടെ പ്രഖ്യാപനം വൈകാതെയുണ്ടാകുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ഞാനങ്ങ് തിരിച്ചു പോയാലോ ദുബായിക്ക്? പണയം വെച്ച ഗോൾഡിന്റെ കാര്യം ആലോചിച്ചിട്ടാണോ? കുറഞ്ഞ പലിശയ്ക്ക് അത് KSFയിൽ സേഫ് അല്ലേ? KSFE ഗോൾഡ് ലോൺ, മനുഷ്യപ്പറ്റുള്ള ഒരു ഗോൾഡ് ലോൺ. ഇന്ത്യയിൽ ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചത് 16,886 പേർക്ക്. മരണം 141. ഇതോടെ ആകെ മരണം 1,56,742. ഇതുവരെ 1,10,46,432 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. രാജ്യത്ത് നിലവിൽ 1.48 ലക്ഷം കോവിഡ് രോഗികൾ. മഹാരാഷ്ട്രയിൽ കോവിഡ് രോഗവ്യാപനം കൂടുന്നു. മഹാരാഷ്ട്രയിൽ ഇന്നലെ 8,807 കോവിഡ് രോഗികൾ. ഡൽഹിയിൽ 200 പേർക്കും തമിഴ്നാട്ടിൽ 463 പേർക്കും കർണാടകയിൽ 334 പേർക്കും ആന്ധ്രാപ്രദേശിൽ 94 പേർക്കും ഇന്നലെ രോഗം സ്ഥിരീകരിച്ചു.
ആഗോളതലത്തിൽ ഇന്നലെ 4,12,077 കോവിഡ് രോഗികൾ. അമേരിക്കയിൽ 66,248 പേർക്കും ബ്രസീലിൽ 63,842 പേർക്കും ഫ്രാൻസിൽ 31,519 പേർക്കും രോഗം ബാധിച്ചു. ഇതോടെ ആഗോളതലത്തിൽ 11.30 കോടി ജനങ്ങൾക്ക് കോവിഡ് ബാധിച്ചു. നിലവിൽ 2.18 കോടി കോവിഡ് രോഗികൾ. ആഗോളതലത്തിൽ 9,959 മരണമാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത്. അമേരിക്കയിൽ 2,172 പേരും ബ്രസീലിൽ 1,311 പേരും മെക്സിക്കോയിൽ 1,273 പേരും ഇന്നലെ മരിച്ചു. ഇതോടെ മൊത്തം 25.06 ലക്ഷം മരണം സ്ഥിരീകരിച്ചു. കാർ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഗോൾഫ് ഇതിഹാസം ടൈഗർ വുഡ്സിന് ബോധം തെളിഞ്ഞു. അപകടത്തിൽ പരിക്കേറ്റ താരത്തിന്റെ വലതുകാലിന് താഴെയും കണങ്കാലിലുമായി ശസ്ത്രക്രിയ നടത്തി. ശസ്ത്രക്രിയയ്ക്ക് ശേഷം വുഡ്സ് പ്രതികരിക്കുന്നുണ്ടെന്നും സുഖം പ്രാപിച്ചു വരികയാണെന്നും താരത്തിന്റെ കുടുംബം അറിയിച്ചു. ഇംഗ്ലണ്ടിനെതിരായ 3ാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 1ാം ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യയ്ക്ക് മേൽക്കൈ. ടോസ് നേടി ബാറ്റിംഗ് ആരംഭിച്ച ഇംഗ്ലണ്ടിനെ വെറും 112 റൺസിന് പുറത്താക്കി ഇന്ത്യൻ ബൌളർമാർ മികച്ച തുടക്കം ഇന്ത്യയ്ക്ക് നൽകി. പിന്നാലെ ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യ ആദ്യ ദിനം കളി അവസാനിക്കുമ്പോൾ 3 വിക്കറ്റ് നഷ്ടത്തിൽ 99 റൺസ് എന്ന നിലയിലാണ്. 57 റൺസുമായി രോഹിത് ശർമ്മയും 1 റൺസെടുത്ത് ഉപനായകൻ അജിങ്ക്യ രഹാനെയും പുറത്താവാതെ നിൽക്കുന്നു. 6 വിക്കറ്റ് വീഴ്ത്തി തകർപ്പൻ പ്രകടനം പുറത്തെടുത്ത അക്ഷർ പട്ടേലിന്റെ മികവിലാണ് ഇന്ത്യ ഇംഗ്ലണ്ടിനെ 112 റൺസിന് ചുരുട്ടിക്കെട്ടിയത്. കപിൽ ദേവ് എന്ന ഇതിഹാസ താരത്തിന് ശേഷം ഇന്ത്യയ്ക്കായി 100 ടെസ്റ്റുകൾ കളിക്കുന്ന ഫാസ്റ്റ് ബൌളർ എന്ന നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് ഇഷാന്ത് ശർമ്മ. 100 ടെസ്റ്റുകളെന്ന നാഴികക്കല്ല് പിന്നിടുന്ന 11ാമത്തെ ഇന്ത്യൻ താരവും 4ാമത്തെ മാത്രം ബൌളറുമാണ് ഇഷാന്ത് ശർമ്മ. 100ാമത്തെ ടെസ്റ്റ് കളിക്കുന്ന ഇഷാന്ത് ശർമ്മ ഇതുവരെ 303 വിക്കറ്റുകൾ നേടിയിട്ടുണ്ട്. വിജയ് ഹസാരെ ട്രോഫിയിൽ റെയിൽവേസിനെതിരായ മത്സരത്തിൽ കേരളത്തിന് ജയം. 7 റൺസിനായിരുന്നു കേരളത്തിന്റെ ജയം. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിംഗിനിറങ്ങിയ കേരളം ഉയർത്തിയ 352 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന റെയിൽവേസ് 49.4 ഓവറിൽ 344 റൺസിന് ഓൾ ഔട്ടായി. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കരുത്തരായ മുംബൈ എഫ്സിക്ക് കൂറ്റൻ ജയം. 1-നെതിരെ 6 ഗോളുകൾക്ക് ലീഗിലെ അവസാന സ്ഥാനക്കാരായ ഒഡീഷ എഫ്സിയെയാണ് മുംബൈ പരാജയപ്പെടുത്തിയത്. മുംബൈയ്ക്ക് വേണ്ടി ബിപിൻ സിംഗ് ഹാട്രിക് നേടിയപ്പോൾ ബർത്തലോമ്യ ഒഗ്ബച്ചെ ഇരട്ട ഗോളുകളുമായി തിളങ്ങി. മറ്റൊരു ഗോൾ സായ് ഗോദാർഡ് നേടി. ഡീഗോ മൌറീഷ്യോ ഒഡീഷയുടെ ആശ്വാസ ഗോൾ നേടി. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. The Daily News.in വാർത്തകൾ വിരൽ തുമ്പിൽ.